ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൽ ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഇന്നത്തെ എപ്പിസോഡ് 1 മണിക്കൂർ എപ്പിസോഡാണ്. അതിൽ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻ ജ്വല്ലറിയുടെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഡേവിഡിനെ നന്ദു കൈയോടെ പൊക്കുന്നുണ്ട്. കള്ളക്കടത്ത് സ്വർണവും പിടിക്കുന്നുണ്ട്. അങ്ങനെ ഡേവിഡിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും കുറേ ആൾക്കാർ ഡേവിഡിനെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നടക്കുന്നില്ല. അങ്ങനെ ഡേവിഡ് പോലീസ് സ്റ്റേഷനിൽ ജയിലിനുള്ളിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് അഭിയാണെങ്കിൽ അവന്തികടുത്ത് ചോദിക്കണ്ടേ, അല്ല ഈ ഡേവിഡിനെ അങ്കിളിനെ ഇപ്പൊ അകത്താക്കിയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ, അല്ല അയാളെന്തിനും സത്യങ്ങൾ തുറന്നു പറയോ? അങ്ങനൊന്നും സംഭവിക്കില്ല. എന്തായാലും നമ്മുടെ അച്ഛൻ ഭയങ്കര വിഷമത്തിലാണ്, ഞാനൊന്ന് അച്ഛനെ കാണാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് അഭിയാണെങ്കിൽ നമ്മുടെ അച്ഛനായിട്ടുള്ള നാഗേന്ദ്രനെ കാണാൻ പോകുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയണ്ട്, എടാ നമുക്ക് പിഴവ് പറ്റിയത് എവിടെയാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. എന്താ അച്ഛാ, എവിടെയാ പിഴവ് പറ്റിയത്? എനിക്ക് മനസ്സിലായില്ല. നിന്നെ മാനേജറായിട്ട് വെച്ചപ്പോ. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അല്ല, നിന്നെ വേറെ സ്റ്റാഫായിട്ട് വെച്ചാൽ മതിയായിരുന്നു. നിന്നെ മാനേജറാക്കി സത്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞപ്പോൾ നീ അധികാരങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കാൻ തുടങ്ങി. അവിടെ മറ്റുള്ളവർക്ക് സംശയം തോന്നി തുടങ്ങി. അങ്ങനെയാണ് പല കാര്യങ്ങളും ഇപ്പം മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ എയർ ജ്വല്ലറിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുത്തനേ നിലത്തേക്ക് പോയി. അത് മാത്രമല്ല, ഡേവിഡ് ആണെങ്കിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണല്ലോ. അല്ലച്ചാ, അങ്കിള് പോലീസ് 2-3 അടി അടിച്ചു കഴിഞ്ഞാൽ സത്യങ്ങളെങ്ങാനും തുറന്നു പറയോ? ഡേവിഡ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ അയാൾക്ക് എപ്പോഴേ ചെയ്യായിരുന്നു. അയാൾ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ല. ഒരിക്കലും എൻ്റെ പേര് പോലീസുകാരുടെ അയാൾ തുറന്നു പറയില്ല. കാരണം അയാൾക്ക് നന്നായിട്ട് അറിയാം, അങ്ങനെ എങ്ങാനും അയാൾ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അയാൾ മരണപ്പെടുമെന്ന്. അയാളെങ്ങാനും അങ്ങനെ പറഞ്ഞു നോക്കട്ടെ, പിന്നെ ജയിലിനുള്ളിൽ കിടന്ന് തൂങ്ങുന്ന ഡേവിഡിനെ ആയിരിക്കും നമ്മൾ കാണാൻ പോണത് എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാഗേന്ദ്രൻ കേട്ടോ. അതേസമയം നമ്മുടെ നവ്യയുടെ അഭി പറയുന്നുണ്ട്, നിന്റെ അനിയത്തി ഇതെന്തുദ്ദേശിച്ചിട്ടാണ്? മനുഷ്യന് ഒരു സമാധാനം തരില്ലേ? ഇങ്ങനെ പോവാണെങ്കിലേ അവളുടെ ജീവനും ജീവിതം ഞാനിങ്ങ് എടുക്കും. നീ എന്ത് വേണമെങ്കിലും ചെയ്തോടാ അഭി, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 2 അനിയത്തിമാര് നയനയും അതുപോലെ തന്നെ നന്ദു, രണ്ടുപേരും എനിക്കിപ്പോൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയാണ്. അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഗുഡ് നയനെ, ഗുഡ് നവ്യെ, ഗുഡ്. നീ ഇങ്ങനെ പറയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ജീവൻ ഞാൻ എടുത്താലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ലടാ. നമുക്ക് വലുത് നമ്മുടെ ഏൻ ജ്വല്ലറിയാ. ഇങ്ങനെയായിരിക്കണം എൻ്റെ ഭാര്യ, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് പോവാണ്. നവ്യക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവട്ടെ. ഈശ്വരാ, ഈ ചെകുത്താൻ എൻ്റെ നന്ദുവിന് എന്തെങ്കിലും ചെയ്യോ? അങ്ങനെ ചെയ്തെങ്കിൽ നിന്റെ അന്ത്യമാടാ, നിന്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടിട്ടായിരിക്കും എന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കേണ്ടത്. ശേഷം കൂട്ടുകാരനെ കൊണ്ടിട്ട് മെസ്സേജ് അയപ്പിക്കുകയാണ് നമ്മുടെ നവ്യ കേട്ടോ. നന്ദുവിൻ്റെ ജീവന് ആപത്താണ്, അതുകൊണ്ട് നന്ദുവിൻ്റെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ആദർശിനെയാണ് കൂട്ടുകാരി മെസ്സേജ് അയക്കണത്. ആദർശാണെന്നുണ്ടെങ്കിൽ ആ കാര്യം നയനെടുത്തും പറയുന്നുണ്ട്. നയനെ പറയുന്നുണ്ട്, ഈ മെസ്സേജ് നമ്മൾ സൂക്ഷിക്കണം ആദർശേട്ടാ, കാരണം ഈ മെസ്സേജിൽ നിന്ന് വരുന്നതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നന്ദുവിൻ്റെ ജീവന് ചില പാപത്തുണ്ടാവും, ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയണം. രാത്രി ആകുമ്പോഴേക്കും അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നാളെ സൺഡേ അല്ലേ, നമുക്ക് പുറത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇല്ലടാ, അമ്മക്കച്ഛനും സംശയമായിരിക്കും. ഞായറാഴ്ച പുറത്ത് പോയാൽ. എടി, ഞായറാഴ്ച നിനക്ക് നിനക്കാണെങ്കിൽ എല്ലാ ദിവസവും 7 days 24 hours ഡ്യൂട്ടി ഉള്ളതല്ലേ? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞായറാഴ്ച ദിവസം ഞാൻ ഉച്ചയാകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ ഉച്ചവരെ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് പുറത്തൊക്കെ കറങ്ങാൻ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ ഈ നന്ദുവിനോട് നമ്മുടെ അനി സംസാരിക്കുന്നത് അവന്തിക ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അവന്തിക നിന്നത് കേട്ടാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാം. അവന്തിക എവിടെ വെച്ചിട്ടാണ് ഇവർ കാണുന്നതെന്നും സംസാരിക്കണതെന്നൊക്കെ നോട്ട് ചെയ്യും. കാരണം നന്ദുക്ക് ഒരു പണി കൊടുക്കാൻ ചാൻസ് കിട്ടുന്നതല്ലേ. അങ്ങനെ അവന്തിക അതൊക്കെ നോട്ട് ചെയ്തതിനു ശേഷം നേരെ പോയി പറയുന്നത് നമ്മുടെ അനിയുടെ അടുത്തല്ല, നമ്മുടെ അബിയുടെ അടുത്ത്. അബിയെടുത്ത് പറയുന്നുണ്ട്, അതെ അബിയേട്ടാ, നാളെ അവനും അവൻ്റെ മറ്റവളും കൂടി മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുക. ഞായറാഴ്ച അല്ലേ, സൺഡേ അല്ലേ, അവർക്ക് അടിച്ചു പൊറിച്ച് പുറത്ത് കറങ്ങാനായിട്ട്. നീ എന്തൊക്കെയാ മോളെ പറയണത്? അവള് പോലീസുകാരിയല്ലേ, അവൾക്ക് എന്തിനാ ഞായറാഴ്ച? പക്ഷെ നാളെ അവള് പോകുന്നില്ല. അനിയേട്ടൻ്റെ കൂടെ കറങ്ങാൻ അവളുടെ ഉദ്ദേശം. ഇല്ല മോളെ, ഞാൻ നിനക്ക് വാക്ക് തരാണ്, ഒരിക്കലും അനിയുടെ കൂടെ അവള് കറങ്ങാൻ പോകുന്നില്ല. അതിന് ഈ അഭി ജീവനോടുള്ളപ്പോ സമ്മതിക്കൂല. ആ നന്ദുവിനെ കൊന്നു കൊലവിളിക്കാൻ വേണ്ടി പോവാന് നമ്മുടെ ഡേവിഡ് അങ്കിള് പോലീസ് സ്റ്റേഷനിൽ കഴിയല്ലേ. എന്നിട്ട് അവളുടെ കാമുകനെ കൂടി ചുറ്റിക്കറങ്ങാൻ പോകുന്നു. ഒരിക്കലും അവനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അനി നിനക്കുള്ളതാ മോനെ. മോളെ, അത് മാത്രല്ല, നന്ദു അവള് മരിക്കാൻ
മരിക്കേണ്ടവൾ തന്നെയാണ്. നീ നോക്കിക്കോ, നാളെ നന്ദുവിന്റെ ശവസംഹാരം നടത്തും ഈ അഭി. ദേ ഇത് ഞാൻ നിന്റെ ചേട്ടൻ നിനക്ക് തരുന്ന വാക്കാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അവന്തികക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. നാളെ നമ്മുടെ നന്ദുവും അതുപോലെ തന്നെ അനിയും കൂടി പുറത്തു പോകുന്ന സമയത്ത് അഭിയാണെങ്കിൽ ഒരുപാട് പ്ലാൻ ചെയ്യാണ്. കാരണം അനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല, പക്ഷേ നന്ദുയുടെ ജീവന് തന്നെ ആപത്തായിരിക്കണം, നന്ദു മരിക്കണം. അതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? രണ്ടുപേരും കൂടി പോട്ടെ, പോകുമ്പോൾ അവൾ ഉണ്ടാവില്ല, തിരിച്ചു വരുമ്പോൾ നോക്കിക്കോ എന്നൊക്കെ വിചാരിക്കേണ്ട അഭി രണ്ട് മൂന്ന് ഗുണ്ടകളെ അറേഞ്ച് ചെയ്യാണ്. കാരണം പോലീസ് യൂണിഫോമിലല്ല നന്ദു, മാത്രമല്ല ഒളിച്ചും പാത്തും ഒക്കെ അല്ലേ പോകുന്നത്. അപ്പൊ കയ്യിൽ തോക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല, ഫ്രീ ആയിട്ടായിരിക്കും അവള് പോകുന്നുണ്ടാവുക. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പെണ്ണിനെ പെട്ടെന്ന് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും. നന്ദുക്ക് കുറച്ച് ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചധികം ഗുണ്ടകളെ വെച്ചാൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും നാളെ കഴിഞ്ഞിട്ടുള്ള സൂര്യാസ്തമയം കാണാനായിട്ട് അവൾ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ അഭി വിചാരിക്കണം. അത് മാത്രമല്ല അഭി വേറൊരു പ്ലാനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നന്ദുവിനെ കൊന്നതിന് ശേഷം അവൾ എവിടെയെങ്കിലും ഓടിപ്പോയെന്ന രീതിയിൽ, അതായത് അവളുടെ ശവം പോലും വീട്ടുകാർക്ക് കിട്ടരുത്, അവൾ എവിടെയെങ്കിലും ഓടിപ്പോയെന്ന രീതിയിൽ വേണം ഈ കഥ പരത്താനായിട്ട് എന്നൊക്കെ വിചാരിക്കണം. അതേസമയം ഡേവിഡിനോടാണെങ്കിൽ പല പല ചോദ്യങ്ങളും നന്ദു ചോദിച്ചിട്ടാണ് പോകുന്നത്. ഡേവിഡ് ഏറെക്കുറെയൊക്കെ സത്യം പറയാമെന്ന് വിചാരിക്കും, കാരണം തൻ്റെ ജീവനേക്കാളും തൻ്റെ ശരീരം ഇങ്ങനെ നൊന്തുകൊണ്ടിരിക്കണല്ലേ. അപ്പൊ അതുകൊണ്ട് ഡേവിഡും സത്യങ്ങൾ പറയാനുള്ള ആ ഒരു പുറപ്പാടിലാണ്. അപ്പൊ നമ്മുടെ നാഗേന്ദ്രൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഡേവിഡ് ഇനി എങ്ങാനും സത്യം പറഞ്ഞാലോ, അയാൾക്ക് എന്തായാലും പ്രായമായി, അയാളെ കൊണ്ട് വലിയ ഗുണമൊന്നും ഏൻ ജ്വല്ലറിക്കില്ല. അയാൾക്ക് ജ്വല്ലറിനെ കുറിച്ചോ സ്വർണത്തെ കുറിച്ചോ ഒരു ഡിസൈനെ കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ ഒരു അറിവില്ല. നേരെ ചൊവ്വ കൂട്ടാനും കുറയ്ക്കാനും പോലും അറിയില്ല. ഇങ്ങനത്തെ ഒരാൾ എന്തിനാണ്? അയാൾ മരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ കുറച്ച് പരിചയമുള്ള കോൺസ്റ്റബിൾമാരുണ്ടല്ലോ, അവരെ വെച്ച് ഒരു കളി കളിക്കാം എന്ന് നാഗേന്ദ്രൻ വിചാരിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേവിഡിനെ തന്നെ കൊല്ലാൻ വേണ്ടി നോക്കുക കേട്ടോ. അതെ, തൻ്റെ കൂടെ ഇത്രയും നാൾ ആത്മാർത്ഥമായിട്ടിരുന്ന ഡേവിഡിനെ ഒരു മനസ്സാക്ഷിയില്ലാതെ നാഗേന്ദ്രൻ കൊല്ലാൻ നോക്കുമ്പോഴേക്കും നന്ദുവിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത് അഭി തന്നെയാണ് കേട്ടോ. അങ്ങനെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഡേവിഡിനെയും മകനാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെയും ഇല്ലാതാക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ നാളെ മറ്റന്നാളത്തെയും എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നന്ദുവിന്റെ ജീവന് എന്തോ വലിയ ആപത്ത് സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് ഇനി നന്ദുവിനെ കൊല്ലാൻ നോക്കിയിട്ട് നമ്മുടെ അനിക്ക് തന്നെയാണോ ആ വെട്ട് കിട്ടണേന്ന് പറയാൻ പറ്റില്ല. നന്ദുവിനെ വെച്ച ഗണിയിൽ അനി വീണാലും മതിയല്ലോ, അപ്പോൾ അനീനെ രണ്ടുപേർക്കും കിട്ടില്ല. അതായത് അനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അഭിനെ വെറുതെ വെക്കില്ല അവന്തിക. എന്തിനാണ് നിങ്ങൾ എന്ത് തൊട്ടാലും പൊട്ടത്തരമാണല്ലോ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിനെ കുറ്റപ്പെടുത്തേയുള്ളൂ. അത് മാത്രമല്ല അനി പോയ ദേഷ്യത്തില് നമ്മുടെ അഭിനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും ജ്വല്ലറിന്ന് അവന്തിക. അതെ, ഇനി ആർക്കാണ് എന്ത് അപകടം സംഭവിക്കണമെന്ന് നമുക്കറിയേണ്ടത്. എന്തായാലും ഡേവിഡ് മരിക്കും, അത് ഉറപ്പാണ്. നന്ദുവിനാണോ അനിക്കാണോ ആ ഒരു വലിയ അപകടത്തിൽ പെടാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ ഇനിയുള്ള എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.